ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ കാരണങ്ങൾ എന്താ അതുകൊണ്ട് അഭിപ്രായമില്ല എന്നുള്ളതല്ല. തോറ്റു എന്നുള്ളൊരു സത്യമല്ലേ. നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയല്ലേ. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നടിച്ചൊന്നും പോയിക്കില്ല. നിങ്ങൾ പലരും വിശദീകരിച്ചതുപോലെ ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തിരിച്ചു വരാൻ കഴിയാവുന്ന അതിന്ന് മാതൃഭൂമി പത്രമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ലേ എന്തായിട്ട് വ്യത്യാസം എന്നുള്ളത്. അതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിച്ച്, വസ്തുത പരിശോധിച്ച്, ഞങ്ങൾ എടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ അംഗീകാരം വന്നാൽ പോരാലോ. അതുകൊണ്ട് എന്താണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനിടയായത്, അത് വളരെ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ച് നല്ല സംയമനത്തോടെ പരിശോധിച്ച് തിരുത്തലിന് വിധേയമാവുക എന്നുള്ളതാണ്. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും അധികാരത്തിൽ തുടരും. ആ അധികാര തുടർച്ചയെ പൂർണ്ണമായി നിഷേധിക്കുന്ന ജനവിധിയൊന്നല്ല ഇത്. ഗവൺമെന്റ് അധികാര തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യം തർക്കമില്ല. ജനങ്ങൾ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ എന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാവും. അതാണ് ആ കാര്യത്തിലുള്ളത്. ആ നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എത്ര എന്നെ നിർബന്ധിക്കരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര നിർബന്ധിച്ചു കഴിഞ്ഞാലും എനിക്കിപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള ഉത്തരവൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ഫൈനലായ ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇന്നലെ തന്നെ ഗോവിന്ദ മാഷ് CPM-ന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ നിലപാട് ഇപ്പം ഈ 27-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും 28, 29 തീയതികളിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗവും ഇവിടെ ചേരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനത്തിന് വേണ്ടിയിട്ടാണ് ചേരുന്നത്. അപ്പോൾ CPM ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വരും. എല്ലാ പാർട്ടികളും ചേർന്ന ഒരു സംവിധാനമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനുവരി ആദ്യത്തെ ആഴ്ച അപ്പോഴേക്കും എല്ലാ പാർട്ടികളുടെയും വിശകലനം നടക്കും. എല്ലാ പാർട്ടികൾക്കും തുറന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയാം. എന്നിട്ട് ഞങ്ങൾ കൂട്ടായ ഒരു നിലപാടിലെത്തും. അത് നിങ്ങളുടെ മുമ്പിലും ഞങ്ങളത് സംസാരിക്കും. അതാണ് ഇപ്പൊ എടുക്കുന്ന നിലപാട്. നിങ്ങൾ CPM ചോദിക്കും. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു നിലപാടിൽ എത്തിയിട്ടില്ല. CPI എടുത്ത നിലപാടിനെ കുറിച്ച് അത് തെറ്റുന്നോ ശരിയെന്നൊന്നും ഞാൻ പറയാനാണല്ല. ഞാനങ്ങനെ പറയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് വ്യത്യസ്ത പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ പല അഭിപ്രായങ്ങളും പറയും. അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു നിലപാടായി മാറിക്കഴിഞ്ഞാൽ അതെന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതൊന്ന് കാത്തിരിക്കുക, കുറച്ച് ക്ഷമാപൂർവ്വം. ഞങ്ങളല്ലേ ഇതിന്റെ ഏറ്റവും കൂടുതൽ വിഷം അനുഭവിക്കുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് നിങ്ങളെ അവകാശമൊന്നും ഞാൻ നിഷേധിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. എങ്ങനെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അത് പിന്നെ ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് ചർച്ച ചെയ്ത് സഹായകരല്ല എന്നല്ല. ഇതൊക്കെ ഇവിടെ പുറത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നല്ലേ, അതല്ല എന്നല്ല. നിങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ നമ്മൾ തയ്യാറാ. അതുകൊണ്ട് റെയിൽവേന്റെ ഇല്ല റെയിലിൻ്റെത് ഒരു കേന്ദ്ര ഗവൺമെന്റ് പ്രപ്പോസൽ നേരത്തെ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. ഇല്ലേ, വന്നിട്ടുണ്ടല്ലോ. ഇതൊരു RRT എന്നുള്ള ഒരു പേരിൽ ഒരു പുതിയ സ്കീം കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ ഒരു നിലപാടിൽ തന്നെ അങ്ങ് നിൽക്കുക, അങ്ങനെയല്ല ഞങ്ങൾ എടുക്കുക. ഇപ്പൊ സിൽവർ ലൈൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരാൻ കാരണം എന്താ? അതിവേഗതയുള്ള ഒരു റെയിൽ യാത്രാ സൗകര്യം കേരളത്തിൽ ഉണ്ടാവണം. അതിന് നിലവിലുള്ള ഇനി വന്ദേ ഭാരത് അല്ല, അതിൻ്റെ അപ്പുറത്ത് ഉള്ള ചില സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ റെയിൽപാളങ്ങൾ
ഇതിന് വേഗതയിലുള്ള വണ്ടി ഓടുന്നതിന് പര്യാപ്തമല്ല. അപ്പൊ ഒരു പുതിയ റെയിൽപാത വേണം കേരളത്തിൽ. അതിനുള്ള സൗകര്യമുണ്ട്. അതാണ് സിൽവർ ലൈനിന്റെ പദ്ധതി. കേരയിൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്നുള്ള നിലയിൽ മുമ്പോട്ട് കൊണ്ടുവന്ന പരിപാടിയാണ്. അത് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കേന്ദ്ര ഗവൺമെന്റും എതിരായ നിലപാട് നിന്നു. അതിന്റെ സർവേക്ക് വേണ്ടി കുറ്റിയിട്ടത് വരെ കുറ്റി പൊരിച്ച് പുഴയിലെറിയുന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും അതുകൊണ്ട് അതുപോലുള്ള പദ്ധതിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായും പിന്നോട്ട് പോയി എന്നതല്ല പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന, ഇനി അതല്ലെങ്കിൽ വേറെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനോട് എന്ത് നിലപാട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും സ്വീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ജനങ്ങൾക്ക് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പോസിറ്റീവായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇനിയും പരിശോധിക്കാനിരിക്കുകയാണ്. പരിശോധിച്ച് ആവശ്യമായ നിലപാട് എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, നിങ്ങൾ ചോദിച്ചില്ലേ അത്? ഇപ്പോൾ അല്ല, മുന്നണി അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മുന്നണിയിൽ വളരെ ശക്തമായ പിന്തുണ നൽകി മുന്നണിയുടെ നിലപാടുകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന പാർട്ടി കൂടി ചേരുന്നതാണല്ലോ. ഇന്ന് ഞങ്ങൾ ഈ മുന്നണിയുടെ നാനാ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അദ്ദേഹം പോകില്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും മറുപടി അറിയാം. എനിക്കറിയില്ല. ക്ഷണിക്കാലോ, ഞാൻ ക്ഷണിക്കുന്നില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ അവരെ സ്വീകരിക്കാം. ഞാൻ അങ്ങനെ തയ്യാറുള്ള ആളുകളെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കാം. അതുകൊണ്ട് അത് ക്ഷണിക്കാൻ അവകാശമുണ്ട് അവർക്ക്. വരണോ വേണ്ടി എന്നുള്ളത് ബന്ധപ്പെട്ടവരല്ലേ തീരുമാനിക്കുക. ഇത് രാഷ്ട്രീയല്ലേ പ്രശ്നം. ഇതൊരു സ്വകാര്യ ഇടപാടല്ലല്ലോ. ഇത് രാഷ്ട്രീയല്ലേ. ഇതൊരു സർക്കാരിന് ക്ഷണിക്കുമ്പോഴല്ലോ. അതിലൊരു ആശങ്കയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിത്തറ ദുർബലമാകും എന്നുള്ള ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ കൂടുതൽ ബലപ്പെടുത്തുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു മുമ്പോട്ട് പോകുന്നത്. അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ അതിന് കണ്ടീഷൻ ഉണ്ട്. UDF ആര് വന്നാലും സ്വീകരിക്കും എന്നുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നവർക്ക് അവർ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അല്ല, അത് ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കണം. അന്നേരം ആലോചിക്കാം. എനിക്ക് മനസ്സിലായി, ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. അതന്ന് ആലോചിക്കാം. അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും. നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചോളൂ, എന്താ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു ഒന്നുകൂടെ എടുത്തോളൂ. എടുക്കാം. അത് രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണത്. ആ രാഷ്ട്രീയ നിലപാടാണല്ലോ ഈ യോജിപ്പും വിയോജിപ്പും ഒക്കെ പ്രകടമാക്കുന്നത്. രാഷ്ട്രീയ നിലപാട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ അത് ആലോചിച്ച് എന്ത് ചെയ്യണമെന്നുള്ള അപ്പോൾ തീരുമാനിക്കും.